വോട്ട് കല്യാശ്ശേരി മണ്ഡലത്തിലെ 4-ാം ബൂത്തിൽ എടനാട് വെസ്റ്റ് LP സ്കൂൾ, ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി. ഇപ്പോൾ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പരമാവധി ബൂത്തുകൾ സന്ദർശിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയാണ്. സമാധാനപരമായി കല്യാശ്ശേരി മണ്ഡലത്തിൻ്റെ വോട്ടെടുപ്പ് എല്ലാ സ്ഥലങ്ങളിലും നടക്കുകയാണ്. തീർച്ചയായും 2011 കല്യാശ്ശേരി മണ്ഡലം രൂപീകരിച്ചത് മുതൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന മണ്ഡലമാണ് കല്യാശ്ശേരി. ഈ തവണയും ആ നിലയിൽ തന്നെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കും. വലിയ ഭൂരിപക്ഷത്തിൽ കല്യാശ്ശേരി മണ്ഡലത്തിന് ജയിച്ചു വരാൻ സാധിക്കും. ആ നിലയിലുള്ള പിന്തുണയും തന്നെയാണ് ഓരോ വോട്ടർമാരും, അത് രാഷ്ട്രീയ ഭേദമന്യേ കല്യാശ്ശേരി മണ്ഡലത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ നിമിഷം വരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. തീർച്ചയായും കേരളത്തിൽ ഇന്ന് വരെയുള്ള ഒരു ട്രെൻഡ് നോക്കിയാൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ട്രെൻഡ് തന്നെയാണ് കേരളത്തിലുള്ളത്. മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ തുടർച്ചയായി വരാൻ വേണ്ടി പോവുകയാണ്. ആ നിലയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തന്നെയാണ് സംസ്ഥാനത്തുടനീളം നടന്നത്. ഒരു സംശയം വേണ്ട, പിണറായി വിജയൻ ഗവൺമെൻറ് തുടർഭരണം ഉണ്ടാകും. ആ തെരഞ്ഞെടുപ്പ് കൂടിയാണ്, ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. BJP-ആയിട്ട് ഒരു ഡീലുണ്ടെന്നൊക്കെ ഇങ്ങനെ രാഹുൽ ഗാന്ധി ഒരു പ്രചരണം ഉണ്ടാകും. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? അത് ഡീല് ആരൊക്കെ തമ്മിലാണ് എന്നുള്ള ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇതെല്ലാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും കോൺഗ്രസ് ഇത്തരത്തിലുള്ള പ്രചരണം നടത്താറുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം, തെരഞ്ഞെടുപ്പ് ചരിത്രം മാത്രം നോക്കിയാൽ മതി BJP-യുമായിട്ട് ഇവർ നടത്തിയ ഡീല്, കോൺഗ്രസ് നടത്തിയ ഡീല് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ ചരിത്രം തന്നെയുണ്ട്. കോലീബി സഖ്യ ഉൾപ്പെടെ നേരത്തെ മോഡലായിട്ടുണ്ട്. കാരണം ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരാണ് ഇങ്ങനെ നിരനിരയായി, പ്രവർത്തകരല്ല, മുൻ മുഖ്യമന്ത്രിമാരുൾപ്പെടെ PCC അധ്യക്ഷന്മാരുൾപ്പെടെയാണ് BJP-യിലേക്ക് ചേർന്നത് എന്നത് നമുക്കറിയാം. ഇന്ന് കേന്ദ്ര ക്യാബിനറ്റിൽ തന്നെ എത്ര കോൺഗ്രസിൻ്റെ മുൻ മന്ത്രിമാരുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ നിലയിൽ ഇവരുമായിട്ടുള്ള ഡീലൊക്കെ ആരെ തമ്മിലാണ് എന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇടതുപക്ഷം മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. എല്ലാ തെരഞ്ഞെടുപ്പിലും ആ മുദ്രാവാക്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ വർഗീയ കലാപങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത ഇന്ത്യയിലെ സംസ്ഥാനമാണ്, ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അത് അഭിമാനത്തോടെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. മാനവികതയാണ് ചേർത്ത് നിർത്തേണ്ടത്. ആ മാനവികതയെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഞങ്ങൾക്ക് ഒരാളുമായിട്ടും അത്തരത്തിൽ ഡീല്, പ്രത്യേകിച്ച് BJP-യുമായിട്ട് അത്തരം ഡീലുകളേ ഇല്ല. ആരുമായിട്ടും തെറ്റായ നിലയിലുള്ളൊരു ഡീലും നാം മുന്നോട്ട് വെക്കാറില്ല. മതനിരപേക്ഷപരമായ ജനാധിപത്യപരമായ സംവിധാനത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ നയം. ആ നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. കല്യാശ്ശേരിയിൽ മാടായി മാട്ടൂർ ഉൾപ്പെടെ വോട്ട് വർധനമുണ്ടാവും അല്ലേ? ജനങ്ങൾ ആ നിലയിലുള്ള ഒരു പിന്തുണയാണ് നൽകിയത്. ആ പ്രതീക്ഷയിൽ തന്നെയാണ്